പരസ്പരം ചതിക്കപ്പെട്ട ഒരു ആണിന്റെയും പെണ്ണിന്റെയും കഥയാണ്. ശരിക്കും ആരാണ് ചതിച്ചത്? ആ ആൺകുട്ടിയോ അതോ പെൺകുട്ടിയോ? എല്ലാവർക്കും ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. 2013 ഈ ഒരു കഥ നടക്കുന്നത്. അന്ന് ആൺകുട്ടിക്ക് വയസ്സ് 19, പെൺകുട്ടിക്ക് വയസ്സ് 18. +2 കഴിഞ്ഞു നിൽക്കുന്ന പ്രായമാണ് പെൺകുട്ടിക്ക്. ആദ്യമായി കോളേജിലേക്ക് പഠിക്കാനായി പോകുന്നു. കൊല്ലത്തുള്ള ഒരു കോളേജിലാണ് ഈ പെൺകുട്ടി പഠിക്കാനായി പോകുന്നത്. ആൺകുട്ടി പഠിക്കുന്നത് തിരുവനന്തപുരത്തുള്ള കോളേജിൽ. രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിന്നാണ് ബസ് കയറി പോകുന്നത്, അതും 2 വഴിക്ക്. ഒരു 5 ദിവസം മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ കാണാനായി വന്നിരുന്നു. അവൻ എന്നോട് പറഞ്ഞു, അവന്റെ കഥ പറയാമോ എന്ന്. നീ ഒരുപാട് പേരുടെ കഥ പറയുന്നതല്ലേ, എന്തുകൊണ്ട് നിനക്ക് എന്റെ കഥ പറഞ്ഞുകൂടാ? ആദ്യം മുതൽ അവസാനം വരെ എന്റെ കഥ എന്താണ് നടന്നത്, എന്റെ കഥയിൽ എന്താണ് ഉള്ളതെന്ന് നിനക്കറിയാം. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞത്, എനിക്ക് നിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ മാത്രമേ ഈ കഥ അറിയുകയുള്ളൂ. ആ പെൺകുട്ടി എന്താണ് ചിന്തിക്കുന്നത്, ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ ആ പെൺകുട്ടിയുടെ രീതിയിൽ എന്താണ് ഈ ഒരു കഥ. രണ്ടുപേർക്കും വ്യത്യസ്തമായ രീതിയിലാവും കഥ മുന്നോട്ട് പോകുന്നത്. അവരുടെ കഥയിൽ അവരവർ മാത്രം തന്നെയാണ് നായകന്മാർ, മറ്റുള്ളവരെല്ലാം സഹകഥാപാത്രങ്ങൾ മാത്രം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം. 2013 കൊല്ലത്ത് പഠിക്കുന്ന പെൺകുട്ടിയും തിരുവനന്തപുരത്ത് പഠിക്കുന്ന ആൺകുട്ടിയും രണ്ടുപേരും ഒരു സ്റ്റോപ്പിൽ നിന്നാണ് ബസ് കയറുന്നത്. അവർ തമ്മിൽ ആദ്യം കാണുന്നു. കുട്ടിക്കാലം മുതലേ പരിചയമുള്ള മുഖഭാവമാണെങ്കിൽ പോലും അവർ നേരിട്ട് സംസാരിച്ചിട്ടേയില്ല. അങ്ങനെ ആദ്യം കാണുന്നു, രണ്ടാമത് കാണുന്നു, മൂന്നാമതും 4മതും കാണുന്നു. ചെറു ചിരിയോടുകൂടി അവർ പരസ്പരം സംസാരിക്കുന്നു, പേരുകൾ ചോദിക്കുന്നു. ഒരേ നാടാണെങ്കിൽ പോലും പരസ്പരം സംസാരിച്ചിട്ടില്ല, ഒന്നും പരസ്പരം അറിയുകയുമില്ല. അന്നു മുതൽ അവർ അടുക്കുകയാണ്, മനസ്സുകൊണ്ട് മാത്രം. പക്ഷെ ഒരു കാര്യം, അതേ സ്ഥലത്ത് മറ്റുള്ളവരും ബസ് കയറുവാനായി നിൽക്കുന്നതാണ്. ഈ പെൺകുട്ടിയോട് നല്ല പരിചയമുള്ള മറ്റു വ്യക്തികളും അവിടെ ഉണ്ടായിരുന്നു. ഒരു ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ധാരാളം പേരുണ്ടാവും. ഈ ഒരു പെൺകുട്ടിയുടെ വീടുമായി നല്ല അടുപ്പമുള്ള ഒരാൾ ആ ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നു. ഇവരുടെ സംസാരവും പ്രവൃത്തിയും കണ്ട് കാര്യം വ്യക്തമായി മനസ്സിലായ ആ ഒരു വ്യക്തി പെൺകുട്ടിയുടെ അമ്മയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുന്നു. പെൺകുട്ടിയുടെ അമ്മയും പയ്യന്റെ അമ്മയും തമ്മിൽ അടുത്ത ഫ്രണ്ട്ഷിപ്പാണ്. ആ ഒരു സൗഹൃദത്തിന്റെ പേരിൽ അവർ പരസ്പരം പ്ലാൻ ചെയ്യുന്നു, ഇവരെ തമ്മിൽ എങ്ങനെ അകറ്റാം. ഈ ഒരു കഥയിൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പെൺകുട്ടിയും ആൺകുട്ടിയും തമ്മിൽ പരസ്പരം ഇഷ്ടം തുറന്നു പറഞ്ഞിട്ടേയില്ല. അങ്ങനെ പെൺകുട്ടിയുടെ അമ്മയും ആൺകുട്ടിയുടെ അമ്മയും തമ്മിൽ പരസ്പരം പ്ലാൻ ചെയ്യുന്നു. അവർ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും എങ്ങനെ അകറ്റാം എന്നതാണ് അവരുടെ പ്ലാനിന്റെ രഹസ്യം. പക്ഷെ അവർ കൂടുതൽ അടുത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി. അവർ കൂടുതൽ സംസാരിക്കുമ്പോൾ ആരും കാണാതെ സംസാരിക്കുന്നു. അവർക്ക് മനസ്സുകൊണ്ട് പരസ്പരം ഇഷ്ടമാണെന്ന് അറിയാമെങ്കിലും മനസ്സിന്റെ ഏതോ ഒരു കോണിൽ അവർ സംശയിക്കുന്നു, ശരിക്കും ഇവർ ഇഷ്ടം തന്നെയാണോ? ആ പെൺകുട്ടിയോട് ഞാൻ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ പെൺകുട്ടി അത് റിജക്റ്റ് ചെയ്യുമോ? ആൺകുട്ടിയോട് ഞാൻ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ അവൻ ഇഷ്ടമല്ലെന്ന് പറയുമോ? എന്നിങ്ങനെ ധാരാളം സംശയങ്ങൾ അവരുടെ മനസ്സിൽ പരസ്പരം വന്നുകൊണ്ടേയിരുന്നു. ആ ഒരു പെൺകുട്ടിയെ കാണാനുള്ള ഒരവസരവും ഇവൻ ഒരിക്കലും നശിപ്പിക്കില്ല. ഉത്സവത്തിന് പോകുമ്പോൾ ആ ചുറ്റും ഈ പെൺകുട്ടി എവിടെയെങ്കിലും ഉണ്ടോ എന്നവൻ നോക്കും. ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് നടുവിൽ ഈ പെൺകുട്ടി എവിടെ നിന്നാലും അവൻ കണ്ടുപിടിക്കും. ഇവന്റെ ചില സുഹൃത്തുക്കൾക്ക് മാത്രമേ ഈ ഒരു കാര്യം അറിയുകയുള്ളൂ. നമ്മുടെ ഈ പെൺകുട്ടിയുടെ അമ്മ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. അതേ സ്ഥലത്ത് വെച്ച് ഈ പയ്യനെ കാണാനിടയായി. അങ്ങനെ അവർ ഒന്നും നോക്കിയില്ല, ആ പയ്യന്റെ മുഖത്ത് നോക്കി തന്നെ ചോദിച്ചു, നീ എന്തിനാണ് എന്റെ മകളുടെ പുറകെ നടക്കുന്നത്? എന്താണ് നിന്റെ ഉദ്ദേശം? സത്യം പറയണം, ഇല്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറയും. നിന്റെ വീട്ടിലും പറയും, നിന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ പറയും. അവന്റെ അമ്മയോട് മുൻകൂട്ടി പറഞ്ഞു എന്നുള്ള കാര്യം അവന് അറിയില്ലായിരുന്നു. പക്ഷെ അവന്റെ സുഹൃത്തുക്കൾക്ക് അറിയാമായിരുന്നു. പക്ഷെ സുഹൃത്തുക്കൾ അവനോട് പറഞ്ഞിരുന്നില്ല. ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഓർക്കേണ്ട കാര്യം, പയ്യന് വെറും 19 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വളരെ ഭയമുള്ള ഒരു പ്രായമാണ്, കാലഘട്ടമാണ്. അങ്ങനെ പെൺകുട്ടിയുടെ അമ്മയുടെ മുഖത്ത് നോക്കി ഇവൻ പറയുന്നു, എനിക്ക് നിങ്ങളുടെ മകളെ ഇഷ്ടമേ അല്ല, എന്റെ കൂട്ടുകാരന് വേണ്ടി മാത്രമാണ്
അവനെ ആ പെൺകുട്ടി ഇഷ്ടമായതുകൊണ്ട് മാത്രം സംസാരിക്കുവാനായി വന്നതാണ്. പെൺകുട്ടിയുടെ അമ്മ ഇത് ശരിക്കും മുതലെടുക്കുന്നു. അവരുടെ വീട്ടിൽ പോയി അവരുടെ മകളോട് പറയുന്നു, നീയല്ലേ പറഞ്ഞത് ആ പയ്യന് നിന്നെ ശരിക്കും ഇഷ്ടമാണെന്ന്? അവന് നിന്നെ യാതൊരു ഇഷ്ടവുമില്ല, അവന് നിന്നെ ഇഷ്ടമേ അല്ല, അവന്റെ കൂട്ടുകാരന് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയാണ് നിന്റെ പുറകെ നടന്നത്. അവന് ഇതുപോലെ ധാരാളം പെൺകുട്ടികളുമായി ബന്ധമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു കാര്യം പറഞ്ഞ് പെൺകുട്ടിയുടെ അമ്മ പെൺകുട്ടിയെ വിശ്വസിപ്പിക്കുന്നു. അതിനുശേഷം ആ പെൺകുട്ടി ഇവനോട് സംസാരിച്ചിട്ടേയില്ല. ഇതേ സമയത്തും പല സ്ഥലത്ത് വെച്ചും അവർ തമ്മിൽ പരസ്പരം കണ്ടിട്ടുണ്ട്. എന്നാൽ പരിചയഭാവം പോലും കാണിച്ചിട്ടേയില്ല. ആ പെൺകുട്ടിയുടെ അമ്മയ്ക്കും കുടുംബക്കാർക്കും ഇപ്പോഴും അവനോട് ദേഷ്യം തന്നെയായിരിക്കും. അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. പെൺകുട്ടികളെ സംരക്ഷിക്കേണ്ടത് അച്ഛനമ്മമാരുടെ കടമയല്ലേ? അവരുടെ കടമ അവർ ചെയ്യുന്നു. അവൻ പലതവണ സംസാരിക്കാൻ നോക്കിയെങ്കിലും സംസാരിക്കുവാൻ കഴിഞ്ഞിട്ടേയില്ല. അവർക്ക് പരസ്പരം ഇഷ്ടമുണ്ടെന്ന് മനസ്സുകൊണ്ട് തന്നെ അറിയാമെങ്കിലും ഒരിക്കൽ പോലും അവർ തുറന്ന് സംസാരിച്ചിട്ടേയില്ല. അത് തന്നെയാണ് അവരുടെ ആ ഒരു ബന്ധത്തിന്റെ ഏറ്റവും വലിയ വീഴ്ച. നിങ്ങൾക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കൂ. നിങ്ങളുടെ പ്രണയം തകർക്കാൻ 1000 പേർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. ആ പ്രണയം തകരാതെ നോക്കേണ്ടത് നിങ്ങളുടെ ആവശ്യം മാത്രമാണ്. അതുകൊണ്ട് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ധൈര്യമായി തുറന്നു പറഞ്ഞുകൊള്ളൂ. ഇതെന്റെ സുഹൃത്തിന്റെ ചെറിയൊരു കഥയാണ്. അവനിപ്പോഴും ആ പെൺകുട്ടിക്കായി കാത്തിരിക്കുന്നു. ഇനി എത്ര കാലം ആ ഒരു കാത്തിരിപ്പ് ഉണ്ടാകുമെന്ന് അറിയില്ല. ഒരുപക്ഷെ ആ കുട്ടി കല്യാണം കഴിഞ്ഞ് പോകുന്നത് വരെ ചിലപ്പോൾ കാത്തിരുന്നേക്കാം. ഇതുപോലെ മറ്റൊരു മനോഹരമായ ഒരു ചെറിയ കുഞ്ഞു കഥയുമായി നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നത് വരെ നമസ്കാരം.